അങ്ങനെ നമ്മൾ മൂഞ്ചി പോയ സ്ഥലത്ത് ബസ് കയറി നമ്മൾ നേരെ എത്തി സാക്സണി സ്വിറ്റ്സർലാൻഡ് നാഷണൽ പാർക്ക്. ഇവിടെയാണ് ബാസ്റ്റേ ബ്രിഡ്ജ് ഉള്ളത്. ഇവിടേക്ക് കയറാൻ പ്രത്യേകിച്ച് എൻട്രൻസ് ടിക്കറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ പോയത് ഒരു സൺഡേ ആയിരുന്നു, സോ ലോട്ട് ഓഫ് പീപ്പിൾ വരുന്നത്. ഈ ബാസ്റ്റേ ബ്രിഡ്ജിന്റെ ടോപ്പിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഈ വ്യൂ പോയിന്റ് എന്നുള്ള വ്യൂ ഭയങ്കര അടിപൊളിയാണ്. ട്രെയിനും വീടുകളൊക്കെ ഭയങ്കര ഷോർട്ട് ആയിട്ട് നമുക്ക് കാണാം. സാധാരണ എല്ലാവരും ബാസ്റ്റേ ബ്രിഡ്ജിലേക്ക് താഴ്ന്ന് മുകളിലേക്കാണ് നമ്മൾ ഹൈക്ക് ചെയ്യാറ്. പക്ഷെ എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായത് കൊണ്ടും എന്റെ ഹെൽത്ത് ഓക്കെ അല്ലാത്തത് കൊണ്ടും ഞാൻ മുകളിൽ നിന്ന് താഴോട്ടായിരുന്നു. ഒരു വെറൈറ്റി പിടിച്ചതാണ്. പക്ഷെ സംഭവം സെറ്റായിരുന്നു. അങ്ങനെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടുള്ള ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് നടന്ന് റിയലി ഉള്ള ബാസ്റ്റേ ബ്രിഡ്ജ് എത്തി. അവിടെ എത്തിയപ്പോഴും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ കാണാം, അടിപൊളിയാണ് മൊത്തത്തില്. അവിടെ ഞാൻ നോക്കിയപ്പോൾ കുറെ റോക്ക് ക്ലൈംബേഴ്സ് അവിടെ റോക്ക് ക്ലൈംബ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പെൺകുട്ടിക്ക് പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ നാണം വന്നിട്ട് ചാടിപ്പോയി. പിന്നെ ഞാൻ കുറച്ച് സിനിമാറ്റിക് ഷോട്ട് ഒക്കെ ട്രൈ ചെയ്തു, പക്ഷെ എല്ലാം പൊളിഞ്ഞു. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് താജ്മഹൽ ഇരുട്ടത്തിൽ വെളിച്ചത്തേക്ക് വരുന്ന ലുക്ക് ആയിരുന്നു, പക്ഷെ അതും നൈസായിട്ട് പാളിപ്പോയി. പിന്നെ അവിടെ നമ്മൾ നൈസായിട്ട് ഇറങ്ങി താഴോട്ട് നടന്ന് പോയി തുടങ്ങി. എന്താണെന്നറിയില്ല, സ്വിറ്റ്സർലാൻഡിൽ ഞാൻ തിരിച്ചു വന്നതാണോ അതോ ഈ സ്ഥലം സ്വിറ്റ്സർലാൻഡ് പോലെ ഉള്ളതാണോ എന്നറിയില്ല. അവിടുത്തെ ടൗണും ആ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഒരു സ്വിറ്റ്സർലാൻഡ് ടച്ച് എന്താ അറിയില്ല, ആ ഒരു ലുക്ക് അവിടെ കറക്റ്റ് വന്നിട്ടുണ്ട്. സാധാരണ എല്ലാവരും ഈ സ്ട്രീറ്റിൽ നിന്ന് മുകളിലേക്ക് നടന്ന് കയറാറാണ് പതിവ്. ഞാൻ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയോണ്ട് അവസാനമാണ് ഇവിടെ എത്തിയത്. എന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകാനുള്ള പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒരു കടത്ത് വഞ്ചി നമ്മൾ കടക്കണം. സോ അതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. സോ നൈസായിട്ട് ടിക്കറ്റ് എടുത്തു. സ്റ്റുഡൻസിന് ചെറിയ എന്തോ ഓഫർ ഉണ്ടായിരുന്നു. എന്നിട്ട് നൈസായിട്ട് നമ്മൾ ടിക്കറ്റ് ഒക്കെ കൊടുത്ത് ആ കടത്ത് വഞ്ചിയിൽ നമ്മൾ പോവാണ്. ആ കടത്ത് വഞ്ചി കടക്കുന്ന ഡിസ്റ്റൻസ് നിങ്ങൾ കാണണം, ആകെ ഒരു 30 മീറ്ററേ ഉള്ളൂ. ആ 30 മീറ്ററിന് ഒരു €3 ചാർജ് ചെയ്യും. അങ്ങനെ നമ്മൾ അവിടെ എത്തി. നേരെ ട്രെയിൻ കയറി തിരിച്ച് ബാക്ക് ടു വിൽഡൗ, ബാക്ക് ഹോം.